ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ബുറൈദയിൽ നടന്നിട്ടുള്ള ഒരു ഫെസ്റ്റാണ് കേട്ടോ. ഇത് വെറും ഫെസ്റ്റ് അല്ല, ഒരു മിനി ഫുഡ് ഫെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഫുഡൊന്നും പറയാൻ പറ്റില്ല, ക്ലീജെ ഫെസ്റ്റ് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ക്ലീജെ എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ടുള്ള പേരും കാര്യങ്ങളും ഇതെങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. കൈൻഡ് ഓഫ് മാമൂല് കഴിച്ചിട്ടുള്ളവർക്ക് ഇത് ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ചിലർക്ക് ഇത് ഇഷ്ടമാവും, ചിലർക്ക് ഇത് ഇഷ്ടാവില്ല. എനിക്കത് അത്ര കൂടി വർക്ക് ആയിട്ടില്ല, ചിലർക്ക് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്, ഒരു മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ആ കൈൻഡ് ഓഫ് എക്സിബിഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് മാത്രമല്ല, അവിടെ ബക്ലാവ ഉണ്ട്, കേക്ക്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, കോഫീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ചിക്കൻ ഫില്ലിങ് വരുന്നൊരു സംഭവമുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പം നമ്മളിങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഫെസ്റ്റ് കാര്യങ്ങൾക്കൊന്നും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സോ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ ഫെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വിട്ടത് സാഫ്രോൺ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ബുറൈദിലുള്ള എല്ലാ മലയാളീസിനും അറിയാണ്ടാവും സാഫ്രോൺ റെസ്റ്റോറൻറ്റ്. കാരണം ഇവരുടെ ടേസ്റ്റിന്, ഇവരുടെ ഹൈപ്പിനും ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ വന്നിട്ട് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് പോകുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഇവിടുത്തെ പൊറാട്ടൻ്റെ മീൻകറിൻ്റെ ഫാൻസാണ് കേട്ടോ. പിന്നെ നമ്മൾ എൻസൂന് ഒരു ഫിഷ് ഫില്ലറ്റും എനിക്ക് അൽഫാമുമാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ നമ്മുടെ നാട്ടിലെ മേഴ്സ്ലീസ് ഐസ്ക്രീമും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബുറൈദിലുള്ള ഏതെങ്കിലും മലയാളീസ് സാഫ്രോൺ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിട്ടോ.